അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില ഹർഫുകൾ വരുമ്പോൾ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് കസർ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് തമാശ കഥകളാണ്. ജുഹയുടെ ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ക്ലാസ് കേൾക്കുന്നത് നിർത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് നിർത്തുക. പൗസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കഥ ഒന്ന് 2 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് നിങ്ങൾക്കതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നുള്ളത് എഴുതി വെക്കുക. ശേഷം ഞാൻ പറയുന്ന അർത്ഥം കൂടെ വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശവും നിങ്ങൾക്ക് മനസ്സിലായ ആശയവും ഞാൻ പറയുന്ന കാര്യവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എത്രത്തോളം അറബി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് നോക്കി വെക്കുക. അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് പാഠം അർത്ഥം വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പേഴ്സ് നോക്കിയിട്ട് പാഠം വായിച്ച് നോക്കിയിട്ടുണ്ടാവും, എന്നിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാഠത്തിലെ അർത്ഥം പറയാൻ പോവാണ്. അക്സറു ഫായിദ, കൂടുതൽ ഉപകാരം. യൗമൻ, ഒരു ദിവസം, സഅലന്നാസു ജുഹ, ജനങ്ങൾ ജുഹയോട് ചോദിച്ചു. ജുഹ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോജയല്ലേ, ഹോജയെ കുറിച്ചാണ് ജുഹ എന്ന് പറയുന്നത്. ചോദിച്ചു, അഷംസു അക്സറു ഫായിദ അമിൽ ഖമർ, സൂര്യനാണോ ഏറ്റവും കൂടുതൽ ഫായിദ ഉള്ളത്, അല്ല ചന്ദ്രനാണോ ഏറ്റവും കൂടുതൽ ഫായിദ ഉള്ളത്? ഫഖാല ജുഹ, ജുഹ പറഞ്ഞു, അൽ ഖമർ, ചന്ദ്രനാണ് ഏറ്റവും ഫായിദ ഉള്ളത്. ഫായിദ പറഞ്ഞാൽ ഉപകാരം. സൂര്യനാണോ ഏറ്റവും ഉപകാരമുള്ളത്, ചന്ദ്രനാണോ ഉപകാരമുള്ളത് ചോദിച്ചു. അപ്പോൾ ജുഹ പറഞ്ഞു, ജുഹ എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ ഹോജ, അയാൾ പറഞ്ഞു എന്ത്, അൽ ഖമർ, ചന്ദ്രനാണ് ഉപകാരമുള്ളത്. സഅലന്നാസു, ജനങ്ങൾ ചോദിച്ചു, കൈഫയാ ജുഹ, എങ്ങനെയാണ് അത് ജുഹ, അങ്ങനെ പറയാൻ കാരണം എന്താ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന ശംസു തത്ലുഉ നഹാറൻ, സൂര്യൻ പകലാണ് ഉദിച്ച് നിൽക്കുന്നത്. അലാ തുഫീദ ഫില്ലൈൽ, അത് അലാ തുഫീദു ഫില്ലൈൽ, അത് രാത്രിക്ക് ഒരു ഉപകാരം ചെയ്യില്ല. വലാക്കിന്നൽ ഖമറ, എന്നാൽ ചന്ദ്രനോ, യദ്ഹറു ഫില്ലൈലി, രാത്രിയിൽ എന്ത് ചെയ്യുന്നു, വെളിവാകുന്നു. വയുനീറു ദുന്യാവിന് മുഴുവൻ വെളിച്ചം നൽകുന്നു. വയജാലുഹ കന്നഹാർ, അതൊരു പകൽ പോലെയാക്കി മാറ്റുന്നു. അല്ലേ? സൂര്യന് പകലാണ് വരുന്നത്. ഇപ്പം എന്തിനാ സൂര്യൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാത്തിനും വെളിച്ചം ഉണ്ടാവുമല്ലോ. രാത്രിയാണ് നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യമുള്ളത്, അത് ചന്ദ്രനാണ് തരുന്നത്. അതുകൊണ്ട് ചന്ദ്രനാണ് എന്തുള്ളത്, ഫായിദ, ഏറ്റവും ഉപകാരമുള്ളത് എന്നാണ് ജുഹ പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ കഥ? അതിന് തമാശയാണ്, നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിരിക്കുക. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച ആ ആശയവും ഈ ആശയവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അർത്ഥങ്ങൾ ചെറുതായിട്ട് ഒന്നുകൂടെ നമ്മുടെ കഴിവ് ഉയർത്തണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലു സബീല, അടുത്ത കഥ, വഴി ഒഴിവാക്കി കൊടുക്കുക. യൗമൻ, ഒരു ദിവസം, ഖറജൽ ഖാളി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് ഖാളി പുറപ്പെട്ടു. ഫറഅ സക്റാൻ, അപ്പോൾ അവിടെ ഒരു മദ്യപിച്ച് കിടക്കുന്ന ഒരാളെ കണ്ടു. മത്തായിട്ട് കിടക്കുന്ന, സക്റാൻ എന്ന് പറഞ്ഞാൽ മത്തായി കിടക്കുന്ന ഒരാൾ. യഖൂലുന്നാസ്, ജനങ്ങൾ പറയുന്നു, സക്റാൻ സക്റാൻ, കള്ളുടി എന്ന് പറയുന്നുണ്ട്. ഖാളി പറഞ്ഞു, ഹാത്തി ബിഹാനോടെ കൊണ്ടുവരൂ. ഖാളി എന്ന് പറഞ്ഞാൽ ന്യായാധിപൻ എന്നാണ് അവിടെ അർത്ഥം കേട്ടോ. ന്യായാധിപൻ എന്ത് ചെയ്തു, അതിനവിടെ കൊണ്ടുവരുമായിരുന്നു. ഫസാലഹുൽ ഖാളി എന്നിട്ട് അതിനോട് ചോദിച്ചു, മെൻ റബ്ബുക, ആരാ എൻ്റെ റബ്ബ് ചോദിച്ചു. ഫജാബ സക്രാൻ, അപ്പോൾ മദ്യപിച്ച് കിടക്കുന്ന ആൾ മറുപടി പറഞ്ഞു, ലൈസ ഹാദാ മിൻ സുആലിൽ ഖാളി, ഇത് ഖാളി ചോദിക്കേണ്ട ചോദ്യമല്ല. ഇന്നഹു മിൻ സുആലി മുൻകർ വനക്കീർ, ഇത് മുൻകർ നക്കീറും ചോദിക്കേണ്ട ചോദ്യമാണ്, അത് ഖാളി ചോദിക്കേണ്ട ചോദ്യമല്ല. ഫളഹിക്കൽ ഖാളി തിരിച്ചു. ഖാല എന്നിട്ട് പറഞ്ഞു, ഹല്ലു സബീല, അവനെ ഒഴിവാക്കി വിട്ടേക്കൂ, അവൻ്റെ വഴി ഒഴിവാക്കി വിട്ടേക്കൂ, അവനങ്ങനെ പോട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഖാളി ചോദിക്കേണ്ട ചോദ്യം ആരാ എൻ്റെ റബ്ബ് എന്നുള്ളതല്ല, എൻ്റെ റബ്ബ് ആരാന്നുള്ള ചോദിക്കേണ്ടത് മുൻകറും നക്കീറും ഖബറിൽ വന്ന് ചോദിക്കേണ്ട ചോദ്യമാണല്ലോ അല്ലേ. മൻ റബ്ബുക്ക അമാദീനുക്ക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഖബറിൽ വെച്ച് മുൻകറും നക്കീറും ചോദിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഖാദിയർ ചോദിക്കേണ്ടത് എന്താ, ന്യായാധിപൻ അവിടെ ചോദിക്കേണ്ട ചോദ്യം എന്തായിരുന്നു, എന്തിനാ വെള്ളുപിടിച്ചതെന്നുള്ളതാണ് ചോദിക്കേണ്ടിയിരുന്നത്. അത് അപ്പോൾ അയാൾ മറുപടി പറഞ്ഞതാണ് എന്ത്, അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമല്ല, മുൻകറും നക്കീറും ചോദിക്കേണ്ട ചോദ്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അയാളെ ഒഴിവാക്കി വിട്ടു എന്ന്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇതുപോലെയുള്ള തമാശ കഥകൾ മലയാളത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഹോജയുടെ മുല്ല നസ്രുദ്ദീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു എന്ത് ചെയ്യുക, ഒരു തമാശ കഥ, അറബിയിലുള്ള തമാശ കഥ കണ്ടെത്തി എഴുതി അയച്ചു തരിക. ഓക്കെ, നല്ല കുട്ടികളാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അള്ളാ അടുത്ത ഇതിൻ്റെ ബാക്കി ഇതാക്കണു. നജ്മാഉൽ ഫുഖഹാത്തിൽ നശ്രിഹാഫി മജല്ലത്ത് സഫ് ക്ലാസ് മാഗസീനിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഫുഖാഹാത്ത്, തമാശ കഥകൾക്ക് ഫുഖാഹാത്ത് എന്നാ പറയുക, അത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അതിൽ കഴിഞ്ഞ ഈ പാഠത്തിലെ ഒരുപാട് വാക്കുകൾ അതുണ്ട്, അത് മുഴുവൻ കാണാതെ പഠിക്കണം. പുതിയ വാക്കുകളാണ്, അതൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠം നമുക്ക് എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.